ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബട്ടർ ചിക്കൻ പാസ്തയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമ്മുടെ പാന് ചൂടായ ശേഷം അതിലേക്ക് ബട്ടർ ചേർത്ത് കൊടുക്കുക. ഇത് നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനാണ് കേട്ടോ. മുളക് പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് നല്ലപോലെ മാഗ്നേറ്റ് ചെയ്ത ചിക്കനാണ് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് പാസ്ത ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ വെള്ളം ചൂടായ ശേഷം അതിലേക്ക് നമ്മുടെ പാസ്ത ഇട്ട് കൊടുക്കുക. ഇതിൽ ആവശ്യത്തിന് ഉപ്പും കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വേവിച്ചെടുക്കുക. ആ ടൈം കൊണ്ട് നമുക്കിതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഓയിൽ ചൂടായ ശേഷം അതിൽ ഉള്ളി ചേർത്ത് കൊടുക്കുക. 4 മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി. ഇനി ഇതിൽ 2 തക്കാളി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ ടൈം നമുക്കിതിൻ്റെ ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി നമ്മുടെ അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലെ മസാലയായിട്ട് നമുക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് ഒരു 1.5 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയ ശേഷം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ അരപ്പ് ഒരു വലിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു പിടി അണ്ടിപ്പരിപ്പ് അരച്ചതാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചൊന്ന് ലൂസാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മുടെ പാസ്ത ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം ഫ്ലെയിം കുറച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഇതൊന്ന് അടച്ചു വെക്കാം. ആ ടൈം കൊണ്ട് നമുക്കിതിൻ്റെ വൈറ്റ് സോസ് തയ്യാറാക്കാം. അപ്പോൾ പാന് ചൂടായ ശേഷം അതിലേക്ക് ബട്ടറും 1 ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ മൈദ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 കപ്പ് പാലാണ് കേട്ടോ ചേർക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി കിട്ടണം. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസ് തയ്യാറായിട്ടുണ്ട്. നല്ലപോലെ കുറുകിയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നേരെ നമ്മുടെ പാസ്തയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് കസൂരി മേത്തിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്യുക. അപ്പോൾ നല്ല ക്രീമി ആയിട്ടുള്ള നല്ല രുചിയിലുള്ള നമ്മുടെ ബട്ടർ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.